ഒരുപക്ഷെ ഇന്ന് അവധി ദിവസമായിരിക്കാൽ നിങ്ങളെല്ലാവരും രാവിലത്തെ ഈ പ്രഭാതത്തില് ഈ ചെറിയ തണുപ്പില് സുഖ സുഷുപ്തിയിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും നിങ്ങൾ ഉണർന്ന് നിങ്ങളുടേതായിരിക്കുന്ന തിരക്കിലേക്ക് പോയിട്ട് നിങ്ങൾ ഈ സുവിശേഷം കേൾക്കാതിരിക്കാൻ ഇടവരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി അല്പനേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ചെവികളിലേക്ക് ഈ ദൈവത്തിന്റെ ഇമ്പകരമായിരിക്കുന്ന സ്വരം, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളോട് കാണിച്ച അഗാധമായിരിക്കുന്ന സ്നേഹം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ചെവികളിൽ എത്തിക്കണമെന്ന് അയിരൂർ സ്വദേശിയായിരിക്കുന്ന എന്നോട് കർത്താവ് അസാധാരണമായ രീതിയിൽ രാവിലെ സംസാരിച്ചത് വഴി മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ ചെറിയ തണുപ്പിൽ ഉറങ്ങുവാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം നിങ്ങളെ സ്നേഹിച്ചത് വഴിയും എന്നോട് അവിടുത്തെ ദാസൻ എന്നുള്ള രീതിയിൽ കൽപ്പിച്ചത് വഴിയും ഞാൻ അതിനെ അനുസരിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുക വഴി ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, നമ്മളൊക്കെ പുറമേ വലിയ സന്തോഷമുള്ളവരാണെങ്കിലും നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് വലിയ വേദനകളുണ്ട്, നിരാശകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, നാളെ പറ്റിയുള്ള ആകുലതകളുണ്ട്. മനുഷ്യരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ വീടുകള്, നമ്മുടെ കാറുകള്, നമ്മുടെ ആഡംബര ജീവിതങ്ങളൊക്കെയും കാണുന്നുള്ളൂ. എന്നാൽ അതിന്റെ അകത്തളങ്ങളിൽ നീറിപ്പോകുന്നതിന്റെ ഹൃദയാന്തർഭാഗത്തിലെ രഹസ്യങ്ങളെ അവർ അറിയുന്നില്ല. ദൈവമോ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുകയും ചെയ്യുന്നു. ആകയാൽ ശാന്തതയോട് ഞാൻ അല്പനേരം സംസാരിക്കുമ്പോഴും നമ്മൾ പാടിയ പാട്ടുണ്ടല്ലോ, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ. നോക്ക് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അനുഗ്രഹത്തിന്റെ അധിപതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം എന്താണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവെ, ഈ ദേശത്ത് എൻ്റെ ഈ വചനം കേൾക്കുന്ന, എൻ്റെ വായിൽ നിന്ന് ഈ സ്വരം കേൾക്കുന്ന എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചിട്ട് അനുഗ്രഹിക്കണമേ. അമ്മയപ്പന്മാരെ ബഹുമാനിച്ച് അവർ ദീർഘായുസോടിരിപ്പാനും അവരൊക്കെയും കർത്താവെ അവർ നന്മ അനുഭവിപ്പാനും അവിടുന്ന് കൃപ കൊടുക്കണമേ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയാന്തർഭാഗങ്ങളിൽ അവിടുന്ന് സമാധാന നിയമം വ്യാപരിക്കണം. എല്ലാവരും യേശുക്രിസ്തുവിൽ ആശ്വസിപ്പാനുള്ള ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നോക്ക് പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആരുടെയും ഹൃദയത്തില് മതത്തിൻ്റെതോ മറ്റു വിധമായിരിക്കുന്ന ഉന്നത ഭാവങ്ങൾ കൊണ്ടോ നമ്മളെ സ്നേഹിച്ചവനോട് എതിര് പറയല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മളറിയാം, നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരല്ലയോ, ഇന്നലെ ജനിച്ചു നാളെ മരിച്ചു പോകുന്നവരാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും അഹങ്കാരികളാണ്, പലപ്പോഴും നമ്മൾ നെഗളുമുള്ളവരാണ്. മറ്റൊരു മനുഷ്യനോട് സ്നേഹിപ്പാനോ ബഹുമാനിപ്പാനോ ദൈവവചനം ഒന്ന് ഗ്രഹിപ്പാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മളെന്താണ്, നമ്മുടേതായിരിക്കുന്ന കുലമഹിമകളിലും നമ്മുടേതായിരിക്കുന്ന പാരമ്പര്യങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട്, ധനസമൃദ്ധിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും മന്ത്രിമാരെയോ MLA മാരോ പോലീസുകാരോ ഒക്കെ നമ്മുടെ സ്നേഹിതന്മാരുണ്ടെങ്കിൽ അതിനകത്ത് ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നിരസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചവനെ പറ്റി ആ യേശുക്രിസ്തുവിന്റെ വചനം അല്പനേരം കേൾപ്പാനോ വായിപ്പാനോ പ്രാർത്ഥിപ്പാനോ പോലും മനസ്സില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൽ ഇപ്പോഴുള്ളതിനേക്കാളും മെച്ചമായിരിക്കുന്ന എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതിയോ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനോ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതും. എന്നാൽ പ്രിയപ്പെട്ട, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞത്, ആർദ്രതയോട് പറയുന്ന ഒരു കാര്യം, ആ ക്രൂശിലേക്ക് നോക്കിക്കുകയും പ്രിയപ്പെട്ട, ആരാണ് യേശുക്രിസ്തു? അവന്റെ താഴ്മ എന്താണ്? ദൈവം എത്ര താഴ്മയുള്ളവനാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, അവൻ ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് കണ്ടോ, ക്രൂശിലെ പരിജ്ഞാനം കണ്ടോ പ്രിയപ്പെട്ടവരെ. അവൻ എന്താണ്, നിന്നാപാത്രമായിട്ട് തീരുകയാണ്. അവന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും അവനെ പരിഹസിക്കുമ്പോൾ അവൻ അതെല്ലാം സഹിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ ആരാണ് പ്രിയപ്പെട്ടവരെ? സകലത്തിന് മേലെ വാഴുന്നവന്, സകലത്തിന് മേലെ അധികാരമുള്ളവന്. ഇവനാൽ അത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്ക് ഓരോ ദിവസത്തെയും ഭക്ഷണവും വായുവും വസ്ത്രവും വെള്ളവും നൽകി തരുന്നതിന് ഇവനാണ്. എന്നിട്ടും പാപികളായിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അവൻ എത്ര നിസ്സഹായതയോടെയാണ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത്. പ്രിയപ്പെട്ട, ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടാകത്തുള്ളൂ. ഈ താഴ്മ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്. എത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചാലും, എത്ര സമ്പന്നനായിട്ട് തീർന്നാലും, എത്ര അധികാരം കൈ സ്വീകരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ട, ഹൃദയത്തിൽ ഒരു ശൂന്യത നിങ്ങൾ അനുഭവിക്കുന്നില്ലയോ? ഹൃദയത്തിൽ ഒരു ഒന്നുമില്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നില്ലയോ? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു ശൂന്യതയിലേക്ക് ജീവിക്കുന്നത്. നമുക്ക് മരണഭീതിയാണ്. മരണത്തിനപ്പുറം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവസാനം എന്താണ്? നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കും തോറും ഈ മനോഹരമായിരിക്കുന്ന ഭൂമി വിട്ടു പോകണമെന്നുള്ള നിരാശ നമ്മളെ മൂടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട, അതിനപ്പുറം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ സന്തോഷത്തോട് പറന്നു പോകാനുള്ള ഒരു കാര്യം കൂടിയാണ് ഞങ്ങൾ സുവിശേഷ മുഖാന്തരമായിട്ട് അറിയിക്കുന്നത്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, അവൻ ദൈവത്തിന്റെ വചനമാകുന്നു, അവൻ ദൈവത്തിന്റെ പുത്രനുമാകുന്നു. പക്ഷെ അവൻ ആ ക്രൂശിൽ കാണിച്ച സ്നേഹം കണ്ടോ? എന്തുകൊണ്ടായിരിക്കാം യേശുക്രിസ്തു ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്നത്? അവൻ അധികാരമുണ്ട്,
ആയതുകൊണ്ട് അവൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അവന്റെ പിതാവായിരിക്കുന്ന ദൈവം 12 ലഗ്യോനിലധികം, അതൊരു ദൈവദാസൻ പ്രസംഗം 70,000-ഓളം ദൂതന്മാരെ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കത്തില്ലയോ? ഒരു ദൂതന് പണ്ട് പഴയ നിയമത്തെ കാലത്ത് ഒരു രാത്രിയിൽ 1,83,000 അശൂർ പടയാളികളെ സംഹരിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ 70,000 ദൂതന്മാരിറങ്ങിയാൽ പിന്നെ ഭൂമിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭൂമിയില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ പ്രാണനെ രക്ഷിപ്പാൻ അത്ര വന്നത്, അവരെ നശിപ്പിക്കുവാനല്ല. നോക്കുവിൻ, എല്ലാവരും നമ്മളെ നശിപ്പിച്ച് കളയുവാൻ ആശിക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു വന്നു. ഇത് മാത്രമേ പറയുവാനുള്ളൂ പ്രിയപ്പെട്ടവരെ. അവൻ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില മറുവിലയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ഭൂമിയിലെ മഹത്വത്തിന് വേണ്ടി ഓടുമ്പോൾ ഓർത്ത് നോക്കിക്കോണം, ഈ 60, 70, 80, 90 വയസ്സുള്ള ആയുസ് ഈ ഭൂമിയിൽ നമ്മൾ എത്ര കൊടുമുടികൾ ചവിട്ടി കയറിയാലും പ്രിയപ്പെട്ടവരെ ഒരു ദിവസം നമ്മൾ മണ്ണിനടിയിലേക്ക് മാഞ്ഞു പോകുന്നവരാണ്. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതിന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ ഈ ചെറിയ കാലയളവ് നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഒരുക്ക നാളുകളാണ്. ദൈവനാമ മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ ചേരുവാൻ വേണ്ടി നമ്മുടെ ഈ ഭൂമിയിൽ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഈ നമ്മുടെ ആയുസ് മുഴുവനും. ആകയാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ദൈവത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ജനമാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, ആദം ചെയ്ത പാപത്താൽ എല്ലാ മനുഷ്യരും ആദമിന്റെ രക്തത്തിൽ പിറന്നത് വഴി എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായിരിക്കാലും സ്വർഗം പോലും നിർമ്മലമല്ലാത്ത ദൈവത്തിന്റെ മുമ്പിൽ അത്രമാത്രം പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടുകൂടെ നമുക്ക് വാസം ചെയ്യുവാൻ നമ്മുടെ പാപം നിമിത്തം സാധ്യമല്ലാത്തതിനാലും നമുക്കൊരു മരണമുള്ളതിനാലും മരിച്ചതിന് ശേഷം ഒരു ന്യായവിധി ഉള്ളതിനാലും പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പാപിയായിരിക്കുന്ന ഒരുവനെ കടന്നു ചെല്ലുവാൻ കഴിയാത്തത് വഴിയും പാപത്താൽ നമ്മൾ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വങ്ങളായതുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമുക്കൊരു മറുവില മറ്റൊരുവൻ കൊടുക്കണമായിരുന്നു. അതായത് ദൈവത്തിന്റെ കോടതി നിയമമാണ്. ചെറിയ പ്രസംഗമാണ് കേട്ടോ, കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല. ദൈവത്തിന്റെ കോടതി നിയമത്തില് പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എഴുതപ്പെട്ടത് വഴി ദൈവം നീതിമാനായതുകൊണ്ട് ആ നിയമ പുസ്തകത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടും ആ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മൾ എല്ലാവരും നശിച്ചവരായിരിക്കാലും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരായിരിക്കാലും നമ്മളെ വീണ്ടും തെരഞ്ഞെടുത്ത് ആ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് ദൈവം നമുക്ക് വീണ്ടെടുപ്പ് വില നിശ്ചയിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ എത്രമാത്രം വിലയേറിയവരാണ്, എത്രമാത്രം നിങ്ങളെ ദൈവം മാനിക്കുന്നു എന്നറിയാം. നമ്മളെ ബഹുമാനിക്കുന്ന ഒരു ദൈവം. നോക്കൂ, ഇനി പുഴുക്കളായിരിക്കും നമ്മൾ തമ്മിൽ ബഹുമാനിപ്പാൻ കഴിയാത്തയിടത്ത് അത്യുന്നതനായിരിക്കുന്ന ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന വചനങ്ങളാണ് പ്രിയപ്പെട്ടത്. ദൈവം എന്നെ ബഹുമാനിക്കുന്നു, ദൈവം എന്നെ മാനിക്കുന്നു, പാപിയായിരിക്കുന്ന എന്നെ തേടി ദൈവം തന്റെ പുത്രനെ അയക്കുന്നു. ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥതലങ്ങൾ ഉണ്ടാകും. എന്നാൽ നോക്ക പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിനെ ദൈവം അയക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ്. ദൈവ കോടതിയുടെ മുമ്പിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയി നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ ആ കോടതിക്ക് ഒരു വീണ്ടെടുപ്പ് വില നൽകി തുല്യമായിരിക്കുന്ന ഒരു വില കൊടുക്കണമായിരുന്നു. അപ്പോൾ നോക്കുവിന് അങ്ങനെയാണെങ്കിൽ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ടതിന് നമ്മുടെ യാഗങ്ങൾക്ക് കഴിയുമോ? ഇല്ല. കാരണം സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവ് നമുക്കുള്ളത് കൊണ്ട് അതിന് തുല്യമായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ് വില നമ്മൾ എന്താണ് കോടതിയിൽ കെട്ടിവെച്ചേ പറ്റൂ. പ്രിയപ്പെട്ട, നമ്മൾ ഒരു കേസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുറ്റം ചെയ്താൽ ജാമ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഒരു ജാമ്യ തുക കെട്ടിവെക്കണം. അത് നമ്മുടെ തെറ്റിനൊത്തവണ്ണവും നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണവും ആ കോടതി നിശ്ചയിക്കുമ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടാണ് അവിടുന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവെങ്കിൽ നോക്കുവിന് നമ്മുടെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് അതിന് തുല്യമായിരിക്കുന്ന ഒരു തുകയോ അതിന് തുല്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയോ ദൈവ കോടതിയുടെ മുമ്പിൽ കൊടുക്കാൻ ഈ ഭൂമിയിൽ ആരും വളർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതായത് നമുക്കൊക്കെ ഇവിടെ 5 സെന്റും 10 സെന്റും 1 ഏക്കറും 2 ഏക്കറും ചിലപ്പോൾ 100 ഏക്കറൊക്കെ ഒരു തോട്ടമുള്ളവർ കാണും. ഇതെല്ലാം കൂടെ വിറ്റാലും പ്രിയപ്പെട്ട അത്രയ്ക്ക് ഇത്ര കോടിയേ കിട്ടത്തുള്ളൂ. ഈ കേരളം മുഴുവനും വിലയ്ക്ക് വാങ്ങുവാൻ പോലും നമുക്ക് കഴിയത്തില്ല. പിന്നെ ഇന്ത്യ രാജ്യവും ഭൂലോകം മുഴുവനും പ്രിയപ്പെട്ട ഈ ഭൂലോകം മുഴുവനും അളന്ന് വിറ്റാലും തൂക്കി വിറ്റാലും നിനക്ക് തുല്യമായിരിക്കുന്ന ഒരു തുക കിട്ടാത്തത് വഴിയും നിനക്ക് അതിനേക്കാളും വിലയേറിയ ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടും അതിന് വീണ്ടെടുപ്പ് വില തുല്യമായിരിക്കുന്ന ഒരു തുക കൊടുക്കണം. അതിന് മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവം നമുക്കിട്ട വില എന്താണെന്നറിയാമോ? തന്റെ ഏകജാതനായ പുത്രന്റെ ജീവനാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവ കോടതിയുടെ മുമ്പിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വില. മനസ്സിലായോ? നമ്മുടെ ഓരോരുത്തരുടെയും വില എത്ര വലുതാണ്. നീ ഇന്നലെ നിന്ദിച്ച മനുഷ്യനും ദൈവം ഇട്ടിരിക്കുന്ന വില യേശുക്രിസ്തുവിന്റെ വിലയാണ്. അവന് തുല്യമായിരിക്കുന്നത്. നീ ഇന്നലെ കേസ് കൊടുത്ത വ്യക്തിക്കും ദൈവം ഇട്ടിരിക്കുന്ന വില ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കണം, ദുർബലനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയെ ഭർത്താവിന് ഇട്ടിരിക്കുന്ന വില അത് തന്നെയാണ്. ഭർത്താവെ, നിന്റെ ഭാര്യയ്ക്കിട്ട് ദൈവം ഇട്ടിരിക്കുന്ന വിലയും ഇത് തന്നെയായതുകൊണ്ട് നിന്റെ കടയിൽ ജോലി ചെയ്യുന്ന, നിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന, നിന്റെ കൂലിപ്പണിക്ക് വരുന്ന, തെരുവോരങ്ങളിൽ അലയുന്ന ഒരു
യാചകന്റെ വിലയും ദൈവം ഇട്ടത് നിനക്കിട്ട വില തന്നെയാണ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ. ഒരിക്കൽ കൂടെ പറയാം, തെരുവോരങ്ങൾ ഭ്രാന്ത് പിടിച്ച് അലയുന്ന ഒരു മനുഷ്യന്റെയും ഒരു യാചകന്റെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ദൈവം ഇട്ടിരിക്കുന്ന വില തുല്യമാണ്. അത് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിലയാണ്, അവന്റെ രക്തത്തിന്റെ വിലയാണ് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഉന്നതങ്ങളില്ല, ദൈവത്തിന്റെ മുമ്പിൽ ചെറിയവരും താണവരും വലിയവരും ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും അവന്റെ മുമ്പിൽ തുല്യനായതുകൊണ്ട് നമുക്ക് തമ്മിൽ സ്നേഹിച്ചുകൂടിയോ? ദൈവം ഇങ്ങനെയാണ് നമുക്ക് വിലയിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ എല്ലാവരും വിലയേറിയവരല്ലയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടൊരു യാചകനെ നോക്കി അല്ലെങ്കിൽ അതുകൊണ്ടൊരു വേലക്കാരനെ നോക്കി നിങ്ങൾ ആരും ഇവനെ തുച്ഛീകരിക്കേണ്ട, ആരും തുച്ഛീകരിക്കേണ്ട. പറയാം, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നത് ഈ ഒരു അളവിലാണ്. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പ് വില ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ആയിരിക്കാലും അവന്റെ രക്തം, നമ്മുടെ കർത്താവായിരിക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ രക്തം ദൈവ കോടതിയുടെ മുമ്പിൽ അവൻ അർപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം കൊടുപ്പാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയിരിക്കാലും പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തെങ്കിൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, തന്റെ ഏകജാതനവിനെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിങ്ങളെ തല്ലിയാൽ നിങ്ങൾ ക്ഷമിച്ചെന്നിരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് തല്ലിയാൽ നിങ്ങൾ ക്ഷമിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. പക്ഷെ നോക്കുവിന്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലേക്ക് അയക്കുമ്പോൾ അവർ അവനെ തല്ലുകയും അവർ അവനെ തുപ്പുകയും ചെയ്തു. നോക്കൂ പ്രിയപ്പെട്ടവരെ, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് ഞാൻ എന്റെ മുഖവും കാണിച്ചു കൊടുത്തു, എന്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും മറച്ചു വെച്ചില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് വിലയായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെടണമായിരുന്നു. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ ഈ സ്നേഹം നിങ്ങൾ ആരെങ്കിലും റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇനി നമുക്ക് തരാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നോക്കിക്കേ, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിന്റെ 1 കോടി രൂപ തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ തന്നിരിക്കും പ്രിയപ്പെട്ടവരെ. അവസാനം നിന്റെ മകനെ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അവനെ തരാൻ നിനക്ക് കഴിയുമോ? ഇല്ല. എന്നാൽ നീ അവസാനം മാത്രം നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നൽകി തന്നാൽ ഇനി എന്തെങ്കിലും ബാക്കി തരാനുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ നിന്ന് ഇനി നമുക്ക് തരുവാൻ ഒന്നും ബാക്കിയില്ല, സകലതും തന്നു കഴിഞ്ഞു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ യാഗം കഴിച്ചത് വഴി ഇനി സ്വർഗത്തിന് നമുക്ക് തരുവാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അവിടെ ആ ദൈവത്തെ, ആ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അതേ പ്രിയപ്പെട്ട, ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു നിയമം, തന്റെ പുത്രനെ നമ്മൾ സ്നേഹിക്കണം, ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നമ്മൾ അവനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ദൈവത്തിന് അത് നമ്മളോട് പറയുവാനുള്ള അധികാരമുണ്ട്. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടല്ലയോ തന്റെ പുത്രനെ തന്നെ. അതായത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളൊരു തെളിവ് എന്താണ്? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കുക ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുവിൻ, ദൈവം നമ്മളെ സ്നേഹിച്ചത് തന്റെ പുത്രനെ തന്നുകൊണ്ടാണ്, സകലവും തന്നുകൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരിച്ച് അവനെ സ്നേഹിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അറിയാത്ത കാലത്തെ ദൈവം ആലസ്യമാക്കുന്നു പ്രിയപ്പെട്ടവരെ. അറിഞ്ഞിട്ടും അവനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ അരിഷ്ടന്മാർ ആരുണ്ട്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചത്തുപോകുമോ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ്? മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേക്കുകയും ഈ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കുകയും ചെയ്യുന്ന നാളിൽ അവന്റെ രക്തത്തിലുള്ള പാപമോചനം നിങ്ങൾ നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ, പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ന്യായവിധി ഭയാനകമാണ്. തന്റെ ഏകജാതനവനെ തന്നെ നമുക്ക് നൽകി തന്നിട്ടും ഇനി ന്യായവിധി എന്നുള്ളതോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി മറ്റുള്ളതിനെ സ്നേഹിച്ചതാണ്. വചനം വേറൊരു രീതിയിലാണ് ഇരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നോക്കാം, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ക്രൂശിലെ സ്നേഹമാണ്. ആ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് വില കോടതിയിൽ അടച്ചു തീർത്തുവെങ്കിൽ ഇനി പാപിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കല്ല. ഇനി പാപത്തിന്റെ കടം ഇല്ല പ്രിയപ്പെട്ടവരെ. പാപത്തിന്റെ കടം 2000 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിയതില്ലയോ? നിന്റെ വീണ്ടെടുപ്പ് വില അവിടെ കൊടുത്ത് ആ ദൈവ കോടതിയുടെ മുമ്പിൽ, അതായത് യേശുക്രിസ്തു നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വില, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയിൽ അടച്ചു തീർത്ത് നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. പക്ഷെ 2000 വർഷം കഴിഞ്ഞിട്ടും ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ പാപികളായിട്ട് തുടർന്നുവെങ്കിൽ ആ ക്രൂശിലെ മഹാജയം, ആ ക്രൂശിലെ ജയോത്സവം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ആകിയാൽ പ്രിയപ്പെട്ടവരെ, പാപിയും ദോഷിയും എന്നുള്ള പദവിക്ക് നമുക്ക് ഇന്നൊരു സ്റ്റോപ്പ് ഇടാം. ഇത് നമ്മളും നമ്മുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു ചൊല്ലല്ലയോ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അത് ഇന്നുകൊണ്ട് ക്ലോസ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ മരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമാക്കി തീർക്കേണ്ടതിന് പ്രിയപ്പെട്ട അവൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം എത്തുള്ളൂ, ഒന്ന് മാനസാന്തരപ്പെടാൻ ഒരു മനസ്സ് മതി. ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി പ്രിയപ്പെട്ടവരെ. എന്താണ് ഈ മാനസാന്തരം നിങ്ങൾക്കറിയാമോ? അതായത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നൂറ്റാണ്ടുകൾ
നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്നിരിക്കുന്ന ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതഭക്തിക്കോ യാഗങ്ങൾക്കോ ബലികൾക്കോ ഒന്നും പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിങ്ങളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിച്ച് കളയണം. ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പിതൃ പാരമ്പര്യങ്ങളും മതഭക്തികളും നമ്മൾ വിട്ടുകളഞ്ഞിട്ട് സ്വർഗം വിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാര ബലിയായിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ഓരോരുത്തരുടെയും മറുബലിയായിട്ട് നമ്മുടെ അവന്റെ പ്രാണനെ നൽകി തന്ന ഈ യേശുക്രിസ്തുവിനെ, അവൻ നമുക്കറിയാലോ മരിക്കുക മാത്രമല്ല അടക്കപ്പെടുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ ഈ യേശുക്രിസ്തുവിനെ നമ്മൾ ഏക രക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിക്കണം. അവനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിപ്പാൻ സ്വർഗം അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മരിച്ചു പോകുന്ന മനുഷ്യരെയോ മരിച്ചു പോയവരുടെ കല്ലറയിലോ നമ്മൾ വണങ്ങല്ല. മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി ഇനിയും പിതാവ് എന്നും വിളിക്കല്ലേ. കാരണം യേശുക്രിസ്തു മാത്രമാണ് എല്ലാത്തിനും യോഗ്യൻ. അവൻ മാത്രമാണ് തിരുമേനി എന്നുള്ള പദത്തിന് പോലും യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മരിച്ചു പോകുന്ന മനുഷ്യർക്ക് കൊടുക്കുന്നിടത്തോളം പാപം വേറെ ഇല്ല. ദൈവത്തെ അല്ലാതെ ആരെയും കർത്താവെ നമ്മൾ സ്തുതിപ്പാൻ പാടില്ല. ആ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരെയും നമ്മൾ മഹത്വപ്പെടുത്തുവാനോ വാഴ്ത്തുവാനോ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. മറ്റതെല്ലാം പാപമാണ്. ആകയാൽ ഇതിനെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടിയോ. ഇത്രയും നാളും നമ്മൾ ഇതെല്ലാം ആചരിച്ചു വന്നിട്ടും പാപത്തിൽ നമ്മളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. കാരണം എന്താണ്? കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ നിന്റെ നിത്യത എവിടെയാണ്? നമുക്കൊരു മരണമുണ്ട്. ആ മരണത്തിനപ്പുറം നമ്മൾ ദൈവത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ചൊരു പാപമോചനം നേടിയേ പറ്റൂ. ഈ പാപമോചനത്തിന്റെ വഴി എത്ര ഒരു സുവിശേഷകൻ നിങ്ങളോട് ഘോഷിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമുക്കൊരു മാനസാന്തരമാണ് വേണ്ടത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി എടുത്തു പറയാം, ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നേ വരെ നമ്മുടെ ആത്മാവിൽ വിശുദ്ധീകരണം നൽകി തരുവാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളെയും നമ്മൾ തള്ളിക്കളഞ്ഞ് നമുക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ച ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ആ ദൈവം നമുക്ക് പുത്രൻ മുഖാന്തരം എന്ന വീണ്ടെടുപ്പ് വില നമ്മൾ പ്രാപിക്കേണ്ടതിന്, അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത്, നിങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. നിങ്ങൾ 1 കോടി രൂപ കൊടുത്തിട്ട് ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചെന്ന് കൂട്ടിക്കോ റാന്നി ടൗണില്. ആ പൈസയും കൊടുത്തു, ആധാരം എഴുതി രജിസ്റ്റർ ചെയ്തു. പക്ഷെ പേര് കൂട്ടി കിട്ടാതെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്തു തീർത്തുവെങ്കിലും അത് നിങ്ങളുടെ പേരിൽ എഴുതപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി സ്നാനത്തിലേക്ക് വരണം. സ്നാനത്താൽ അത്രേ പാപമോചനം, സ്നാനത്താൽ അത്രേ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ അത് മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം. മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവരുമായിരിക്കുന്ന ആ ആത്മാവിനെ, യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് പ്രിയപ്പെട്ടവരെ. ഇനി അവനെ പിടിച്ചു വെക്കുക സാധ്യമല്ല എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അതേ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചത്? ഞാൻ ആദ്യം പാടിയ അനുഗ്രഹത്തിന്റെ അധിപതി എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതല്ല അനുഗ്രഹം പ്രിയപ്പെട്ടവരെ. ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ വെന്തു പോകുന്നതല്ല ദൈവാനുഗ്രഹം. ദൈവാനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും അത് നിലനിൽക്കും. ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം ദ്രവിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ടാലും ഈ അനുഗ്രഹം നിലനിൽക്കുന്നതാണ്. അത് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന പാപമോചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുഗ്രഹം. ഒരിക്കൽ ബഹുസമ്പന്നനായിരിക്കുന്ന, അത്രയും സമ്പന്നതയുള്ളവരാരും എന്നെ കേൾക്കുന്നില്ല, അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു 100 കോടി രൂപയിൽ കൂടുതൽ ആസ്തി എനിക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ സമാധാനമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കടന്നുപോയി സമാധാനം, ഞാൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഒരു മർത്തോമ സഭ വിശ്വാസിയാണ്. ആ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹം ശാന്തമായിട്ട് കേൾക്കുമ്പോൾ ഭാര്യ അല്പം വില്ലത്തിയാണെന്ന് കൂട്ടിക്കോ, വന്നിട്ട് എന്നോട് പറയാം, ദൈവം ഞങ്ങളെ എങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. കണ്ടോ എത്രമാത്രം ടിപ്പറാണ്, എന്തുമാത്രം JCB ആണ്, അവിടെ വസ്തുണ്ട്, ഇവിടെ മറ്റതുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എന്താണ് ക്രഷർ യൂണിറ്റ് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ദൈവം അനുഗ്രഹിച്ചത്? ഇതെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നില്ലയോ ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല പ്രിയപ്പെട്ടവരെ. വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന നല്ല പ്രിയപ്പെട്ടവരെ അനുഗ്രഹം എന്നേക്ക് നിലനിൽക്കുക. ദൈവാനുഗ്രഹം, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം എന്നേക്ക് നിലനിൽക്കുന്ന നിത്യജീവനാ പ്രിയപ്പെട്ടവരെ, പാപമോചനമാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് നേടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെരുവോരങ്ങളില് ഒറ്റമുണ്ടും എടുത്ത് കരിമ്പനിട്ട് ഷർട്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അവർ ഈ അനുഗ്രഹം പ്രാപിച്ചവരാ, സുവിശേഷം അറിയിക്കുന്നവര്. പക്ഷെ നിങ്ങൾ സമ്പന്നതയുടെ മണിമാളികയിൽ ഇരുന്നിട്ടും ഈ അനുഗ്രഹം പ്രാപിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ പ്രതിപ്പെട്ട നിത്യ നരകത്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ
ഒരുവൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ കെട്ടും. കണ്ടോ, അവൻ സ്വർഗത്തിലിരുന്നവൻ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, പിതാവിന്റെ മടിത്തട്ടിലിരുന്നവൻ, കോടാനുകൂടി ദൂതന്മാരുടെ ആരാധനകളെ ഏറ്റുവാക്കി ആ സ്വർഗത്തിലെ സന്തോഷത്തിൽ വിരാജിച്ചവന് അവൻ തന്നെത്താൻ താഴ്ത്തിയ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മളിലെ ഓരോരുത്തരും സ്നേഹം മുഖാന്തരം നിന്ന് ഏറ്റെങ്കിൽ പ്രിയപ്പെട്ട തുപ്പലേറ്റത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ, അടിയേറ്റത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ, പരിഹാസമേറ്റത് അവന് വേണ്ടിയിട്ടല്ലയോ? അവൻ ആ മറിയയുടെ സന്തതിയായിട്ട് ജനിച്ച നാൾ മുതൽ ക്രൂശിൽ മരിക്കുവോളം നിന്നെ അപമാനമേറ്റത് നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ യേശുക്രിസ്തു വേണ്ടി ഒരു നിന്ന ചുമന്നാൽ എന്നാ പ്രിയപ്പെട്ടവരെ? മനുഷ്യരുടെ മുമ്പിൽ മാനം തേടുന്നവരെല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മുമ്പിൽ മാനിയായിട്ട് തീരണം. അതുകൊണ്ട് ഈ സത്യം അറിയാമെങ്കിലും സ്നാനത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല, പള്ളി ഭ്രഷ്ടരാക്കും. ഈ സ്നാനത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ പുരോഹിത വർഗ്ഗം നിങ്ങളെ വെറുക്കും, നിന്റെ സ്വന്തം സ്നേഹിതന്മാർ നിന്നെ തുപ്പും പ്രിയപ്പെട്ടവരെ. പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി തുപ്പലേറ്റെങ്കിൽ ആ കർത്താവിന് വേണ്ടി തുപ്പലേക്കുന്നതിന് എന്താ പ്രിയപ്പെട്ട ലജ്ജിക്കേണ്ടത്? പക്ഷെ ഇതിൽ മാത്രമേ രക്ഷയുള്ളൂ. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റല്ലാതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. പുരോഹിതന്മാരുടെ ധൂപ്രാർത്ഥിക്ക് നമ്മളെ രക്ഷിപ്പാനും കഴിയത്തില്ല. നിങ്ങൾ ചെയ്ത ഒരു നീതി പ്രവൃത്തിക്ക് നിങ്ങളെ വീണ്ടെടുപ്പാനും കഴിയത്തില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, എങ്കിലും പ്രഭാതത്തിൽ ഇവിടെ വരണമെന്ന് ദൈവാത്മാവ് എന്നോട് ആ ഹൃദയാന്തർഭാഗത്ത് കൽപ്പിച്ചത് വഴി ഞാൻ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം ഞാൻ ഈ പറഞ്ഞത്. അത്രയും എന്താണ്, കറ ഇല്ലാതെയാണ് പറഞ്ഞത്. നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ച് ആർദ്രഭാവത്തോടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയണമോ? പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ നമ്മൾ വിടും. ദൈവവചനത്തിന് ട്യൂഷൻ എടുക്കാൻ ആരെങ്കിലും വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, വന്ന് ഞാൻ ഈ വചനം പഠിപ്പിച്ചു തരാം. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ ഒരിക്കലും തീർന്നു പോകാത്ത സന്തോഷമില്ലയോ? എത്ര കോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത സന്തോഷമില്ലയോ? ആർക്കെങ്കിലും ഈ വചനത്തെ പറ്റി കൂടുതൽ അറിയണമോ? പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പോലുള്ള ഒരു ട്യൂഷൻ വിളിക്ക് പൈസ ഒന്നും തരണ്ട. സൗജന്യമായിട്ട് വന്ന് ഞങ്ങൾക്ക് സുവിശേഷം പറയാം, നമുക്ക് അങ്ങോട്ടേക്കോട്ടും സംസാരിക്കാം, വചനം പഠിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നിങ്ങൾ അല്പസമയം മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, മറ്റൊന്നിനും അർത്ഥമില്ല. അതുകൊണ്ടാണ് പണ്ട് സനവാനോട് പറഞ്ഞ, എടാ ഇന്ന് നീ മരിച്ച നിന്റെ നിത്യത എവിടെ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അഹങ്കാരത്തോട് ഇരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എല്ലാവരും പടപടപടാന്ന് മരിച്ചു പോവുകയാണ്. ഞാനും മരിച്ചാൽ ഇന്ന് വീട്ടിൽ ചെന്നാൽ ദൈവത്തിന്റെ കരുണ, അല്ല വീട്ടിൽ ചെല്ലാതെ ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ അതും ദൈവത്തിന്റെ കരുണ, ഞാൻ സ്വർഗത്തിലേക്ക് പോവില്ലയോ? പ്രിയപ്പെട്ട, ഈ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ ഉന്നത ഭാവങ്ങളെ താഴ്ത്തണം. ദൈവമാണ് കൽപ്പിക്കുന്നത്, ഞാനല്ല. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൃതിയല്ലയോ? നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാനൊരു പുഴുവിനെ പോലെയല്ല ഉള്ളു പറയും. എല്ലാ രീതിയിലും സാമ്പത്തികമായിരിക്കും, കുടുംബമഹിമായിട്ട് എല്ലാത്തിലും നിങ്ങളുടെ മുമ്പിൽ എന്താണ്, ഞാൻ വെറും ഒരു ചത്ത ഈച്ചയെ പോലെയല്ലേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട, ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ മാനസാന്തരപ്പെടണം. നിന്റെ പണത്തിനോ സമ്പത്തിനോ പൗരത്തിനോ ഒന്നും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് നീ സ്നാനത്തിലേക്ക് വരണം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്നാനം വെക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു ഒറ്റ സംഭവ കഥയോട് പറയാം. എൻ്റെ ഒരു സ്നേഹിതന്റെ അടുക്കൽ ഒരു ഇവാഞ്ചലിക്കലുള്ള ഒരു അച്ഛന്റെ മകന് എപ്പോഴും സംസാരിക്കാൻ ചെല്ലും. പക്ഷെ സ്നാനം പറയുമ്പോൾ ഇദ്ദേഹം എന്താണെന്ന് പറയാം, ഭയങ്കരമായിട്ട് എന്താണ് എതിർക്കും. അപ്പോൾ ഒരു ദിവസം ഈ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ പേര് എക്സ് എന്ന് ഞാൻ പറയാം, പേര് ഞാൻ പറയാം, എക്സ് നീ സ്നാനമേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് സ്നാനമേക്കരുതെന്ന് പറഞ്ഞ സ്നാനമേക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അതെന്നെ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, അത് വിശ്വസിക്കുന്നവർക്കുള്ളത്, നിനക്ക് അറിയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. അപ്പം എന്താണ് ഈ ഇവാഞ്ചലിക്കല് ഈ അച്ഛന്റെ മകനോട് പറഞ്ഞു, നീ സ്നാനം വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നീ വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ട, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനാണ് ബൈബിൾ പറയുന്നത്. ആവട്ടെ യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നീ വിശ്വസിക്കുന്നുവോ? ആവട്ടെ യേശുക്രിസ്തു ദൈവപുത്രൻ നീ വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനത്തിലേക്ക് വരാം. സ്നാനം വെക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി നൽകി തരും. സ്വർഗത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു പാപി ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട, ഒരിക്കൽ കൂടെ ആശ്രയത്തിലും ദൈവത്തിന്റെ ആർദ്രയിലും മനസ്സിലും പറയുന്നു, പ്രിയപ്പെട്ട, മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ട് ഇതേപോലെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. ഈ പ്രസംഗം നിങ്ങളെ അന്ന് ന്യായം വിധിക്കല്ലേ? പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ലയോ, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാൾ. അങ്ങനെ ഒരു ദിവസമുണ്ട്. വിജയഗോപാൽ എന്ന പേരോടുകൂടിയവനും ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സേവിക്കുന്നവനുമായിരിക്കുന്ന എന്റെ ഈ പ്രസംഗത്തിന് ഈ അധികാരമുണ്ട്. നിങ്ങൾ മരിച്ചതിന് ശേഷം കല്ലറകളെ തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ലോകാവസാനത്തേക്ക് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട, ഞാനും നിങ്ങൾ മുഖാമുഖം കാണും. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിരിക്കും. എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടാണ് ഒരു സുവിശേഷം നിങ്ങളോട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കണ്ണുനീരോടാണ് പ്രിയപ്പെട്ടവരെ സംസാരിക്കും. വളരെ വേദനയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആകയാൽ ഒരിക്കൽ കൂടെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, മതഭക്തി ഒന്നിനും കൊള്ളത്തില്ല. പൗരോഹിത്യം നമ്മളെ രക്ഷിക്കത്തില്ല, നശിപ്പിക്കത്തേയുള്ളൂ. ഉന്നത ഭാവങ്ങളും നിങ്ങളുടെ മതഭക്തികളും മാത്രമല്ല, നിങ്ങളുടെ പാരമ്പര്യങ്ങളും നിങ്ങളെ നശിപ്പിച്ച് കളയത്തുള്ളൂ. എന്നാൽ നമ്മളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമായതുകൊണ്ട് മനം തിരിഞ്ഞ് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് രക്ഷ പ്രാപിച്ചുകൊള്ളുവിൻ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ സമൂഹം ഒന്നാകെ ഈ ക്രിസ്തുവിന്റെ നാളിൽ ആനന്ദിച്ച് ഉല്ലസിച്ചുകൊള്ളുവിൻ ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.